ആർ വെൽക്കം ടു എ പ്രൈവറ്റ് ബസ്. നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്നുള്ള യാത്രയിലാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ഷോ ആണ്. മോർണിംഗ് ഷോയിൽ നമ്മൾ ഈ പ്രൈവറ്റ് ബസ്സിൽ കയറിയപ്പോഴേ കുറച്ച് ആൾക്കാർ ചേട്ടാ എങ്ങോട്ട് പോവാ, എങ്ങോട്ട് പോകുന്നു? ടിക്കറ്റൊക്കെ എടുത്തോ? ഇല്ല, ഞാൻ എടുത്തു തരും. അതിനാ അവരൊക്കെ എടുത്തു. അപ്പോ ഇവരെല്ലാം പഠിക്കുക കേട്ടോ, പഠിക്കുക. നിങ്ങൾ പഠിച്ചോളൂ. ഇങ്ങോട്ടാ നമ്മളെ ലഹരിക്കെതിരായിട്ട് പ്രചാരണ പരിപാടിയായിട്ട് ഇറങ്ങിയതാ. അറിഞ്ഞായിരുന്നോ? അറിഞ്ഞോ? അറിഞ്ഞോളൂ. എന്താ പേരെന്നാ പറഞ്ഞത്? നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നോ പേര്? രാജി. ഇപ്പൊ എല്ലാരോടും ഒന്ന് പറയണം, നമ്മുടെ കുട്ടികളൊക്കെ നശിച്ചു പോകും. മക്കളുണ്ടോ? ഓക്കെ. അപ്പൊ പിള്ളേരോടൊക്കെ ഒന്ന് പറയണം. കുട്ടികളൊക്കെ അവിടെ നിന്ന് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോ ആണോ ഇവിടെ ഇറങ്ങാണോ കുട്ടി? നമ്മള് പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ ബസ്സിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം എന്നുള്ളതാണ്. ഇത് നിറച്ച് BEd പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളാണ്. നമ്മള് ഇവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. വിജയകുമാർ നമ്മൾ ഈ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പോ ഇവിടെയാണ് താഴെയാണ്. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഓക്കെ താങ്ക് യു ചേട്ടാ. ഓക്കെ, കാല് വിട്ടു അല്ലേ? ഓക്കെ. അപ്പോ നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ചേട്ടാ, എന്റെ പേര് നെൽസൺ പനിക്കലും, മാധ്യമപ്രവർത്തകനാണ്. 30 വർഷമായിട്ട് മൂവാറ്റുപുഴ. 40 കൊല്ലം. എന്തുവാ പ്രയോജനം? SK മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം. SK വിളിക്കുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമല്ലോ. സന്തോഷം കണ്ടല്ലേ. എങ്ങോട്ട് പോകുന്നു? നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ട് പോകുന്നു? ഓഫീസിൽ പോവാ. മാറാടി. ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞായിരുന്നു? MDMA പോലുള്ള രാസലഹരിക്കെതിരായിട്ട് അമ്മച്ചി അറിഞ്ഞോ? വാർത്ത കാണുന്നു. 24 കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പൊ എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. വാർത്തയിലേക്ക് പോകണം. ഒരു ഇടവേള വേണം. ഓക്കെ.